പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആറന്മുള തോട്ടപ്പുഴശ്ശേരി ഗവൺമെന്റ് എൽ.പി. സ്കൂൾ, റാന്നി ഗവൺമെന്റ് എൽ.പി. സ്കൂൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി ദുരിതബാധിതരെയും മുഖ്യമന്ത്രി കണ്ടു. തുടർന്ന് റാന്നിയിലെ വ്യാപാരികളുടെ പരാതികളും മുഖ്യമന്ത്രി കേട്ടു. വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കാനായി സർക്കാർ അനുവദിച്ച ധനസഹായമായ 10,000 രൂപ ഉടൻ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം ഉയർത്തുന്നത് നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കും. വ്യാപാരികൾക്കുള്ള നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും നാളെ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നമ്മളെ ക്യാമ്പുകൾ ഇപ്പോൾ ഇവിടെ 10 ക്യാമ്പുകളാണ് നടത്തുന്നത്. കുറേ ക്യാമ്പുകൾ ഒഴിഞ്ഞു. നമ്മൾ ക്യാമ്പുകൾ ഒഴിഞ്ഞ് വീടുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യും. കൃഷിനാശം സംഭവിച്ചതിന് സാധാരണ ഇപ്പം നെൽകൃഷി 1 ഹെക്ടർ സ്ഥലം 2.5 ഏക്കർ നെൽകൃഷി നശിച്ചാൽ കൊടുത്തിരുന്നത് 13,500 രൂപയാണ്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ കാർഷിക മേഖലയിലെ തകർച്ചയുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കും. അതുപോലെ കച്ചവടക്കാർക്ക് കഴിഞ്ഞ പ്രളയത്തിൽ ഒരു സഹായം കിട്ടിയിട്ടില്ല. പ്രഖ്യാപിച്ചത് ഒരു ഉജ്ജീവൻ പലിശരഹിത ഒരു വായ്പാ സംവിധാനമാണ്, പക്ഷെ നടന്നില്ല. ഈ പ്രാവശ്യം കച്ചവടക്കാരുടെ കാര്യം പ്രത്യേകമായി നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. അവർ കാരണം അന്നത്തും ദുരിതം അനുഭവിച്ചവരാണ്, ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരാണ്. മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കൽ തുടങ്ങിയത്. മണ്ണ് നീക്കിയാലും വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കാലതാമസമെടുക്കും. ചെട്ടിപ്പടി സ്വദേശി നൌഫലിന്റെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കി. അതേസമയം താൻ ആരുടെയും ബിനാമിയല്ലെന്ന് സ്ഥലമുടമ നൌഫൽ വ്യക്തമാക്കി. കാർ സർവീസ് സെന്റർ തുടങ്ങാനായിരുന്നു പദ്ധതി. ജൂൺ 5 മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിയിരുന്നതായി നൌഫൽ പറഞ്ഞു.